Hi students, welcome to plus 2 online botany classes. Okay, അപ്പൊ നമ്മള് പ്ലസ് ടു ബോട്ടണിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന്. അപ്പൊ നമുക്കറിയാം, നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനിലൂടെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ബേസിക്കലി ഈ ഒരു ചാപ്റ്റർ നമ്മുടെ എല്ലാ പ്ലസ് ടു ടോപ്പിക്സിലേക്കും ഒരു എൻട്രി കൊടുക്കുന്നു. അതായത് സുവോളജിയിലേക്കും അതുപോലെ തന്നെ ബോട്ടണിയിലേക്ക് ഒരു എൻട്രി കൊടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സുവോളജിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചാപ്റ്റേഴ്സ് റിഗാർഡിംഗ് റീപ്രൊഡക്ഷൻസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ്. സിമിലർലി നമ്മൾ ബോട്ടണിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഇത് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്നത് നമുക്ക് സുവോളജിയിലേക്കും ബോട്ടണിയിലേക്കും ഒരുപോലെ ഇൻട്രൊഡക്ഷൻ നൽകുന്ന ഒരു ചാപ്റ്റർ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈസി ആണ്, ക്വൈറ്റ് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ പറഞ്ഞു, ഏതായിരുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സും മെത്തേഡ്സുകളും കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ പ്ലസ് ടു ബോട്ടണിയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് എക്സാമിനൊക്കെ നീറ്റിനായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. സ്ട്രാറ്റജീസ് ഫോർ enhancement in food production. Strategies for enhancement in food productions. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് മെത്തേഡ്സ്, നമുക്ക് എങ്ങനെ പുതിയ ക്രോപ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻസിനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഹാൻസ്മെന്റ് വേണം. ഫുഡ് പ്രൊഡക്ഷൻസിൽ ലാർജ് നമ്പർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കൺവെൻഷൻ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്താൽ പോരാ, പുതുതായിട്ടുള്ള ടെക്നിക്കൽ ഇൻവെൻഷൻസും ടെക്നിക്കൽ നോളജുകളും നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് വി ആർ സ്റ്റഡിങ് ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ, ദാറ്റ് ഈസ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻസ് എന്ന ചാപ്റ്ററിൽ. ആൻഡ് ഫോർത്ത് വൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്, വി വിൽ എന്റർ ഇൻ ടു ബയോടെക്നോളജി സെക്ഷൻസ്. ബയോടെക്നോളജിയിൽ രണ്ട് ചാപ്റ്റർ ഉണ്ട്. ഫോർത്ത് ആൻഡ് ഫിഫ്തില് ബയോടെക്കിന്റെ രണ്ട് ചാപ്റ്ററാണ് വരുന്നത്. ഒന്നാമത്തേൽ പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ എന്ത് പഠിക്കും, ഇതിന്റെ സ്റ്റെപ്സുകൾ, അതുപോലെ എന്താണ് ബേസിക്കലി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സംഭവത്തിൽ കംപ്ലീറ്റ് പഠിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിലായിട്ട് അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് കഴിഞ്ഞിട്ട് സിക്സ്ത് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കോളജിക്കൽ പോർഷൻസിലേക്കാണ് നമ്മൾ വരുന്നത്. എക്കോളജിക്കൽ ചാപ്റ്റേഴ്സിലേക്ക്. എക്കോളജിക്കൽ ചാപ്റ്റേഴ്സ് ബേസിക്കലി നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, രണ്ടാമത്തെ എക്കോസിസ്റ്റം, then third one is actually biodiversity and the fourth one is environmental issues. ഇങ്ങനെ 4 ചാപ്റ്റർ. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എക്കോളജി സെക്ഷൻസും നമുക്ക് എൻട്രൻസ് ആയാലും നമ്മുടെ എക്സാമിനായാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനാണ് അവസാനം വരുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ പ്ലസ് ടു ബോട്ടണിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 5+4 ഒരു 9 ചാപ്റ്റേഴ്സ്. ഓക്കെ, 9 ചാപ്റ്റേഴ്സ്. അതിൽ ബയോഡൈവേഴ്സിറ്റി സുവോളജി കേസിൽ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 8 to 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് പ്ലസ് ടു ബോട്ടണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്ലസ് വണ്ണിനെ പോലെ അത്ര ടഫായിട്ട് വരുന്ന ഏരിയ അല്ല, പക്ഷെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്. അതാണ് പ്ലസ് ടുവിന്റെ ഇമ്പോർട്ടൻസ്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ്. നമ്മൾ ഓരോ കൺസെപ്റ്റ് പഠിച്ചു പോവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ്, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ലെറ്റ് us start with the first chapter. നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതാ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്? The reproduction in organism. The chapter is reproduction in organisms. Okay, reproduction in organisms. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു ടെർമിനോളജി, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ. വി നോ ദാറ്റ് എവറി ഓർഗാനിസം ഇസ് ഹാവിംഗ് ലൈഫ്. നമ്മളെല്ലാ ഇവിടെയുള്ള ഈ കംപ്ലീറ്റ് എർത്തിലുള്ള സബ്സ്റ്റൻസുകൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും അല്ലെ. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ those who are having life is, and another one is abiotic factor which does not have life, like life ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ്, ടെമ്പറേച്ചർ, then sunlight, forms of soils and air. These are actually എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ്?
ബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോ സ്റ്റാർട്ടിങ് ഫ്രം യൂണിസെല്ലുലാർ ഓർഗാനിസം, സിമ്പിൾ സെല്ലുഡ് ആയിട്ടുള്ള അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് മുതൽ വെൽ എക്സ്പോസ്ഡ് ആയിട്ട് ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ ബീങ്സും പ്ലാന്റ്സും വരെ എന്തിനാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ലൈഫ് ഫോംസിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ എനിവേ ഒരാള് ഗ്രോ സ്റ്റേജിൽ നടന്നു കഴിഞ്ഞാൽ അയാളുടെ ആദ്യം എന്തായിരിക്കും? ബർത്ത്, അല്ലെ? ബർത്ത് കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ആക്ച്വലി ഗ്രോത്ത് ഫേസിലേക്ക് എത്തും. ഗ്രോത്ത് ഫേസ് കഴിഞ്ഞാൽ പിന്നെ സെനസൻസ് ഫേസിലേക്ക് എത്തും. സെനസൻസ് എന്ന് പറഞ്ഞാൽ ഏജ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെനസൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രം ബർത്ത്, ഗ്രോത്ത്, സെനസൻസ്, ഇങ്ങനെയല്ലേ? ബർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൈക്കിൾ പോകുന്ന നോക്കിയാൽ മതി. ബർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രോത്തിലേക്ക് എത്തും. ഗ്രോത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ടെത്തും? ഒരു മെച്ചൂരിറ്റി പീരീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ സെനസൻസ് എന്ന് പറയുന്നത്, അല്ലെ? സെനസൻസ് എന്താണ്? വയസ്സാകുന്നത്. സെനസൻസ് കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ഫൈനലി ഡെത്ത് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇത് നോർമലി ഒക്കറിംഗ് പ്രോസസ്സാണ്. പക്ഷെ നമുക്ക് നോർമൽ അല്ലാത്ത അൺയൂഷ്വൽ കേസുകളുണ്ട്. ഇത് യൂഷ്വൽ കേസാണ്, സാധാരണ ഇങ്ങനെയാണ്. പക്ഷെ അൺയൂഷ്വൽ കേസുകളുണ്ട്. അൺയൂഷ്വൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് നോക്കുക, ബർത്തിൽ നടന്നു, ബർത്തിന് സമയത്തിന് മരിക്കാം ചാൻസ് ഉണ്ട്, അല്ലെ? ബർത്തിന്റെ സ്പോട്ടിൽ തന്നെ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഏജ് കൂടുന്നതിന് ചിലപ്പോൾ ഒരു 50 year ഓൾഡിലായിരിക്കാം, അല്ലെങ്കിൽ 60 year ഓൾഡിലായിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റിലായിട്ട് പെട്ടെന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? നോർമൽ ലൈഫ് സ്പാനിലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഒരാളുടെ ഡെത്ത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അയാളുടെ ജീവിത ദൈർഘ്യം, ലൈഫ് സ്പാൻ. സോ വാട്ട് ഈസ് ആക്ച്വലി ലൈഫ് സ്പാൻ? അപ്പൊ എന്താ ലൈഫ് സ്പാൻ? ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് എ ടൈം ഫ്രം നോർമൽ ബർത്ത് ഇൻ ടു നോർമൽ ഡെത്ത്. ബർത്തിൽ നിന്ന് നോർമൽ ഡെത്തിലേക്കുള്ള ടൈമിനെയാണ് വി ആർ കൺസിഡറിംഗ് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ലൈഫ്. ദാറ്റ് ഈസ് ആക്ച്വലി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്? ടൈം ഫ്രം ബർത്ത് ടു നാച്ചുറൽ അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ നോർമൽ ഡെത്ത്. Time from birth to normal death. We are not considering accidental cases. Accidental death ne അല്ലെങ്കിൽ unusual case ne നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സാധാരണ ടൈം ഫ്രം ബർത്ത് ടു ഡെത്തിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ സൈസിന് ഡിപ്പെൻഡന്റ് ആണ്. ഐ ആം ആസ്കിംഗ് സൈസ് ഓഫ് എൻ ഓർഗാനിസം എന്നോട് തന്നിട്ട് ഈ ഓർഗാനിസത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ലൈഫ് സ്പാൻ കൂടുകയോ അല്ലെങ്കിൽ സൈസ് കുറയുന്നതിനനുസരിച്ച് ലൈഫ് സ്പാൻ കുറയുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. If you take the consideration of a human beings, നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് ഇൻഡെക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഡെക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന്റെയാണ്. ഇവിടുത്തെ ഹെൽത്ത് ഇൻഡെക്സ്, ഇവിടുത്തെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് അറൌണ്ട് 60 to 70 അല്ലെങ്കിൽ ഒരു 70 year അത്ര നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു 70 year ആണ് നമ്മൾ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് എടുത്തോ, ആവറേജ് ലൈഫ് സ്പാൻ. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ഇസ് ഹാവിംഗ് a 5 feet to 6 feet ഹൈറ്റ്, അല്ലെ? 5 മുതൽ 6 feet ഹൈറ്റ് വരെയൊക്കെ ഉണ്ട്. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചേഴ്സും ഉണ്ട്. ബട്ട് വെൻ യു കൺസിഡർ, ഞാനൊരു പാരറ്റിനെ കൺസിഡർ ചെയ്തു. പാരറ്റ്. Now you see the size of a parrot is very small. When comparing with human beings, the size of parrot is very small. But when you take the ages of a parrot, what is it? 140 years. എത്ര വയസ്സ് വരുന്നത്? 140 വയസ്സ് വരുന്നത്. So when you compare it, the structure of human beings is comparatively larger ആണ്, വലുതാണ്. പക്ഷെ സ്മോളർ സ്ട്രക്ചർ ആയിട്ടുള്ള പാരറ്റിന്റെ even their age is actually or the lifespan is actually 140 years ആണ്. So when you compare it, you understand that. എന്താ മനസ്സിലായിരിക്കുന്നത്? That is the life of an organism or the lifespan of an organism doesn't depends on the duration, I mean on the size of the organism, അല്ലെ? ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാൻ അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. It is not dependent upon the size of the organisms. Okay, fine. Then okay. Now listen here. നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടാബിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ if you check the page number, let me clear the page number, and that is the fourth page. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 4th page നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് they ask you to find the age of those particular organisms. ആ ഓർഗാനിസംസിന്റെ ഏജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആസ്ക് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ഒരു വർക്കാണ്. അപ്പൊ നോർമലി അത് പലരും അങ്ങ് പെട്ടെന്ന് മടി പിടിച്ചിട്ട് അതങ്ങ് ലീവ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ യു ഡോണ്ട് ലീവ് ഇറ്റ് ബിക്കോസ് എക്സാമിനേഷൻസിൽ സം ഓഫ് ദാറ്റ് മേ കംസ് ഇൻ ദ എക്സാംസ് ആൻഡ് they may ask you to write the age of അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗാനിസംസ്. സോ യു മസ്റ്റ് നോ ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് എടുക്കുക? 4th പേജ് എടുക്കുക. അതിന് ബേസ് ചെയ്തിട്ട് ആ 4th പേജിൽ തന്നെ ഞാനിവിടെ ഈ ബോർഡിൽ തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ ഫിൽ ചെയ്തിരിക്കുക. ക്ലിയർ അല്ലേ? സോ ലെറ്റ് us see what is the age of this organisms. ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആള്. നിങ്ങൾക്ക് ഓർഗാനിസം ലൈഫ് സ്പാൻ നമ്മളിവിടെ കമ്പയർ ചെയ്തു. ഫസ്റ്റ് ഓർഗാനിസം ഇസ് എലിഫന്റ്.
എലിഫന്റിന്റെ ഏജ് എന്ന് പറയുന്നത് 60 to 90 ഇയേഴ്സ് 90 ഇയേഴ്സ് ആണ്. 60 to 90 ഇയേഴ്സ്. പക്ഷെ 90 വയസ്സ് വരെ ജീവിക്കും. 60 to 90 ഇയേഴ്സ് ആണ് എലിഫന്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, അല്ലെ? അതാണ് എലിഫന്റ് ഒക്കെ വാങ്ങുന്നവർക്ക്, എലിഫന്റിനെ കൊണ്ടൊക്കെ നമ്മുടെ കുറച്ച് മുമ്പത്തെ സിസ്റ്റത്തിൽ പണിയെടുപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു തടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ എലിഫന്റ് ഒക്കെ കംപ്ലീറ്റ് എന്താണ് ലാഭമായിട്ടുള്ളതാണ്. കാരണം 60 to 90 ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം 60 അല്ലെങ്കിൽ 63, 70 ഒക്കെ വരുന്നത്. 90 ഇയേഴ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരെ വരും. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി റോസ് പ്ലാൻ 5 to 7 ഇയേഴ്സ്, നോട്ട് 6 to 7 ഇയേഴ്സ്, 5 to 7 ഇയേഴ്സ്. റോസ് പ്ലാന്റിന് എത്ര വരുന്നത്? 5 to 7 ഇയേഴ്സ് ആണ് റോസ് പ്ലാന്റിന്റെ വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡോഗിന്റെ കേസിൽ ഇറ്റ് ഇസ് 20 to 25 ഇയേഴ്സ്. 20 to 25 ഇയേഴ്സ്. ഇത് നമ്മൾ നോർമൽ ഡെത്തിന്റെ കേസ് നമ്മൾ പറയുന്നത് 20 to 25 ഇയേഴ്സ് വരെ വരുന്നുണ്ട്. ബട്ടർഫ്ലൈ ദിസ് ഇസ് സെഡ് ടു ബി 1 to 2 വീക്സ്. ബട്ടർഫ്ലൈയുടെ കേസിൽ 1 to 2 വീക്സ് ആണ്. 2 വീക്സ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 14 ഡേയ്സ് വരെ വരും, അല്ലെ? 14 ഡേയ്സ് വരെ വരും. നെക്സ്റ്റ് ക്രോ, ഇറ്റ് ഈസ് അറൌണ്ട് 15 ഇയേഴ്സ്. ക്രോ ഇറ്റ് ഈസ് അറൌണ്ട് 15 ഇയേഴ്സ്. നൗ ബനിയൻ ട്രീ 25 ഇയേഴ്സ്. ബനിയൻ ട്രീ 25 ഇയേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മള് ബനിയൻ ട്രീന്റെ കേസിലൊക്കെ നമ്മള് നല്ല വിളവെടുപ്പിന് വേണ്ടിയിട്ട്, കാരണം 25 വർഷം എന്നൊക്കെ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പൊ നമ്മൾ നല്ല വിളവെടുപ്പിന് വേണ്ടിയിട്ട് 1-2 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വി യൂഷ്വലി ഗ്രോ ദ നെക്സ്റ്റ് വൺ. പുതുതായിട്ട് ഇത് ഗ്രോ ചെയ്യാറുണ്ട്. പക്ഷേ സാധാരണ ബനാന ട്രീയുടെ സാധാരണ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 25 ഇയേഴ്സ് ആണ്. ബനാന ട്രീയുടെ സാധാരണ ലൈഫ് സ്പാൻ 25 ഇയേഴ്സ് ആണ്. You see the cow, the age is actually 20 to 25 years. Okay, now talking about parrot. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാരറ്റിന്റെ ഇയേഴ്സ് എത്ര ഏജ് വരുന്നത്? 140 ഇയേഴ്സ് ആണ്. 140 ഇയേഴ്സ് ആണ്. And you see here, the crow and parrot. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. If you check the size of the organismന്റെ സൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ സൈസ് അല്ല അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. See, when you consider the crow and parrot, both is having the same size, but their age is actually what a different is there. You see, one is 15 years and another one is 140 years. 140 years. So a great, വളരെ large ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്, അല്ലെ? നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വൺ ഇസ് ക്രോക്കോഡൈൽ. ക്രോക്കോഡൈലിന്റെ കേസിൽ, മുതലയുടെ കേസിൽ അതിന്റെ ഏജ് എത്ര വരുന്നത്? 60 ഇയേഴ്സ് ആണ്. ക്രോക്കോഡൈൽ 60 ഇയേഴ്സ്. യെസ്. നെക്സ്റ്റ് വൺ horse is said to be 60 years. Horse is also around 60 years ആണ്. Fruit fly is around 30 days, അല്ലെങ്കിൽ we can say 4 weeks. 4 weeks എന്ന് പറഞ്ഞാൽ 28 days ഒക്കെയാണ്. 4 weeks ഒക്കെയാണ് വരുന്നത്. Fruit fly is around 30 days അല്ലെങ്കിൽ 4 weeks. Now rice plant 3 to 4 months. 3 to 4 months. Rice plant എത്ര വരുന്നത്? 3 മുതൽ 4 മാസം. 3 to 4 months. നമുക്കറിയാം ഒരു സീസൺ ആണ്. ജൂൺ ആണ് ശരിക്കും കാരിഫ് ക്രോപ്പ് ആണ് റൈസ് പ്ലാന്റ് എന്ന് പറയുന്നത്. കാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് റെയിനി സീസണിൽ ഗ്രോ ചെയ്യുന്നത്. റെയിനി സീസൺ സ്റ്റാർട്ട് ഫ്രം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാസം കൂടി ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലേറ്റ് ഗ്രോയിങ് ആണെങ്കിൽ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെയൊക്കെ വരും. അപ്പൊ അതാണ് അതിന്റെ ഒരു റൈസ് പ്ലാന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോർട്ടോയിസ് സെഡ് ടു ബി 100 to 150 ഇയേഴ്സ്. ടോർട്ടോയിസിന്റെ കേസ് എത്രയാണ്? 150 വർഷം വരെ. ആൻഡ് ബനിയൻ ട്രീ അറൌണ്ട് 200 ഇയേഴ്സ്. 200 വർഷം വരെയാണ് ബനിയൻ ട്രീയുടെ ഒക്കെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു സാംസ്കാരിക തലത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ആളാണ് ബനിയൻ ട്രീ എന്നൊക്കെ പറയുന്നത്, അല്ലെ? നമ്മുടെ പഴയ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ബനിയൻ ട്രീ, അതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു തറ, അവിടെ കുറെ പേര് ഇരിക്കുന്നു, സംസാരിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ കാലത്ത് അത്രയും വർഷം ജീവിക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് ബനിയൻ ട്രീ. 200 ഇയേഴ്സ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ദീസ് ആർ ആക്ച്വലി ദ ഓർഗാനിസംസ് ആൻഡ് ദ ലൈഫ് സ്പാൻ ഇസ് ഗിവൺ ഹിയർ. അപ്പൊ നിങ്ങൾ പോയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം, ഫിൽ ചെയ്ത് വെച്ചേക്കുക ആൻഡ് സ്റ്റഡി ദി ലൈഫ് സ്പാൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓർഗാനിസംസ്. ക്ലിയർ? ഓക്കെ, now we are going to the second topic. The first topic നമ്മൾ ഫിനിഷ് ചെയ്തു, that is ലൈഫ് സ്പാൻ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താ നോക്കാം. ഓക്കെ, സീ ഹിയർ. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിന്റെ ആ ലൈഫ് സ്പാൻ ഡ്യൂറേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗ്രോത്ത് കഴിഞ്ഞാൽ അതിന്റെ അഡോളസൻ അല്ലെങ്കിൽ ആ പീരീഡ് വരുന്നു. പിന്നെയാണ് റീപ്രൊഡക്ഷൻ ഫേസ് വരുന്നത്. അപ്പൊ ഒരു ഓർഗാനിസംസ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഓരോ ഓർഗാനിസംസും ലൈഫിൽ എവിടെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്പീഷീസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് വഴിയാണ്? റീപ്രൊഡക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് ഓർഗാനിസം മെയിൻറ്റെയിൻ ദ സ്പീഷീസ് കണ്ടിന്യൂറ്റി. ഒരു ഓർഗാനിസം അതിന്റെ സ്പീഷീസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ്. സോ വി ഹാവ് ടു തിങ്ക് വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ. നമുക്ക് അറിയാവുന്ന കേസാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ബൈ വിച്ച് an organism give birth to young ones. എന്താണ് സംഭവം? എന്താണ്? Process by which an organism give birth to young ones.
ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ നോട്ട്സ് എടുത്തിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിന് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ബൈ വിച്ച് an organism give birth to young ones. Young ones എന്ന് പറയുമ്പോൾ ആരാണ്? ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ യങ് വൺസ് എന്ന് പറയുന്നത്. ഓഫ് സ്പ്രിങ്സിനെയാണ് യങ് വൺസ് എന്ന് പറയുന്നത്. അതാണ് ബേസിക്കലി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? റീപ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ സ്പീഷീസ് കണ്ടിന്യൂറ്റി. സ്പീഷീസിന്റെ കണ്ടിന്യൂവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, നൗ based on the number of parents involved in the reproduction. Parents എന്തിനെ ബേസ് ചെയ്തിട്ട്? number of parents involved in reproductions. എത്ര പേരാണ് റീപ്രൊഡക്ഷൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് the reproduction can be divided into two types. റീപ്രൊഡക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ടൈപ്പിനെയാണ് asexual reproduction. What is it? Asexual reproduction. നമ്പർ ഓഫ് പാരന്റ്സ് ഇൻവോൾവ് ചെയ്തിട്ട് ഇൻവോൾവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്കൻഡ് വൺ ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ടു ടൈപ്സ് ആണ്. സോ ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൺലി വൺ പാരന്റ് ഇസ് ഇൻവോൾവ്. എത്ര ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒറ്റ പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. Whereas when you consider the sexual reproductions, more than one parent, that means we can say that etra parents are? Two parents will be involved. Two parents will be involved. Will be involved. Rendu parents involved aanu. And they will be in opposite sex. Adana. Rendu parents endana? Opposite sex il pettirikkunna aalkara. One will be a female and another will be a male. So that is the difference. Based on number of organisms and number of parents involved, this can be classified into asexual reproduction where only one parent is involved, and the second type is sexual reproductions where the two parents are involved, and these two parents are belonging into opposite sex. One will be a female and another will be a male. Okay, so this is the classifications based on the number of parents involved. Okay, let's continue this. Okay. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻസിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഓർഗാനിസം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏരിയ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ മെത്തേഡ് വഴി ഒരു പുതിയ ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് ഓൺലി വൺ പാരന്റ് ഇസ് ഇൻവോൾവ്. ഒരു പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ആകുന്നത്. ഒരു പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ആകുന്നത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ദർ ഈസ് നോ ഗാമറ്റോജെനിസിസ്, അല്ലെ? ദർ ഈസ് നോ ഗാമറ്റോജെനിസിസ്. നോ ഗാമറ്റോജെനിസിസ്. എന്താ നോ ഗാമറ്റോജെനിസിസ്? ഗാമേറ്റ്സിന്റെ ഫോർമേഷൻസ് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പെർമിന്റെ പ്രൊഡക്ഷനും ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള എഗിന്റെ പ്രൊഡക്ഷൻസ് ഉണ്ടാകുന്നില്ല. ബേസിക്കലി നോ ഗാമറ്റോജെനിസിസ് മീൻസ് നോ സ്പെർംസ് ആൻഡ് നോ എഗ് പ്രൊഡക്ഷൻസ്. ഇനി ഗാമറ്റോജെനിസിസ് മാത്രമല്ല, ദർ ഈസ് ആക്ച്വലി നോ ഗാമേറ്റ് ട്രാൻസ്ഫർ. നോ ഗാമേറ്റ് ട്രാൻസ്ഫർ. എന്തില്ല? ട്രാൻസ്ഫർ ഇല്ല. ഗാമേറ്റിന്റെ ട്രാൻസ്ഫർ ഇല്ല. ബിക്കോസ് ഗാമേറ്റ് പ്രൊഡക്ഷൻ ഇസ് നോട്ട് ഹാപ്പനിങ് ദർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാമേറ്റിന്റെ ട്രാൻസ്ഫറും ഇല്ല. ഓക്കെ, അപ്പൊ ഒരു പാരന്റ് ഇൻവോൾവ് ആണ്. നോ ഗാമറ്റോജെനിസിസ്, നോ ഗാമേറ്റ് ട്രാൻസ്ഫർ. These are the points to see. Now, the thing is that this asexual reproduction is happened by, we can say that ഒരു സിംഗിൾ പാരന്റ് ബോഡിയില് എന്ത് നടന്നിട്ടാണ്? സെൽ ഡിവിഷൻസ് നടന്നിട്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് നടക്കുന്നത്. സിംഗിൾ പാരന്റ് ബോഡിയിൽ സെൽ ഡിവിഷൻസ് നടന്നിട്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സിന്റെ ഇമ്പോർട്ടൻസ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ് വിൽ ബി ക്ലോൺസ് ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ടേം, ക്ലോൺസ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സ് പറഞ്ഞ ക്ലോൺസ് ആയിരിക്കും. നമുക്കറിയാവുന്നത് എന്താ ക്ലോൺസ് എന്ന് പറഞ്ഞാല്? ദേ വിൽ ബി മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആണ്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ജനറ്റിക്കലി സിമിലർ ആണ്. മോർഫോളജിക്കലിയും സിമിലർ ആണ്, മാത്രമല്ല ജനറ്റിക്കലിയും സിമിലർ ആണ്. സോ ദാറ്റ് ഈസ് ഓഫ് സ്പ്രിങ്സ്. ദ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്ലോൺസ് ആയിരിക്കും. ബിക്കോസ് സിംഗിൾ പാരന്റിന്റെ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ഓക്കെ, ഫൈൻ. Now, this kind of asexual reproduction കാണുന്നത് lower organismത്തിന്റെ കേസിലാണ്. Asexual reproductions are usually found in lower organisms. Lower organismത്തിന്റെ കേസിലാണ് asexual reproduction കാണുന്നത്. Lower organism. അപ്പൊ ഇവിടെ ലോവർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിംഗിൾ സെല്ലുലർ ഓർഗാനിസം ആയിരിക്കും, അല്ലെങ്കിൽ യൂണിസെല്ലുലർ ഓർഗാനിസം.
യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ അല്ലെങ്കിൽ ലോവർ ഓർഗാനിസംസ് ആയിട്ടുള്ള നമ്മുടെ ഒന്നെങ്കിൽ ആൽഗയുടെ കേസിൽ അതർവൈസ് ഇൻ കേസ് ഓഫ് ഫംഗസിന്റെ കേസിൽ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനാണ് പ്രധാനമായിട്ടും എന്ത് കാണുന്നത് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോവർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും? മൊനീറയുടെ ഗ്രൂപ്പ് അതിൽ വരുന്നുണ്ട്, മൊനീറ ആസ് വെൽ ആസ് ആര് വരുന്നുണ്ട്? പ്രോട്ടിസ്റ്റ വരുന്നുണ്ട്. കാരണം പ്രോട്ടിസ്റ്റ എന്നൊക്കെ പറയുന്നത് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ആരാ പ്രോട്ടിസ്റ്റയിൽ വരുന്നത്? പ്രോട്ടിസ്റ്റ ബേസിക്കലി എന്താണ്? പ്രോട്ടിസ്റ്റ ആർ ബേസിക്കലി യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ആണ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് എല്ലാ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസും വരുന്നത് പ്രോട്ടിസ്റ്റയിലാണ്. അതേപോലെ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് മൊനീറയിൽ വരുന്നത്. അപ്പൊ അതിൽ നടക്കുന്നത് ഏത് ടൈപ്പാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആണ്. അതുപോലെ ആൽഗയിൽ ലോവർ ഓർഗാനിസംസ് ആയിട്ടുള്ള ആൽഗയിലും ഫംഗയിലും ഒക്കെ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ നടക്കുന്നത് നോക്കാം. സിംഗിൾ സെല്ലുലാർ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ കേസിൽ നടക്കുന്ന രണ്ട് സാധാരണ മെത്തേഡാണ്. ഒന്ന് ബൈനറി ഫിഷൻ എന്ന് പറയും. ഫസ്റ്റ് പ്രോസസ്സിനാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പാണ് ബഡ്ഡിംഗ്. ബൈനറി ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്, 2 ടൈപ്സ് ആണ്. അവിടെ ഫസ്റ്റ് വൺ ഇസ് ബൈനറി ഫിഷൻ, രണ്ടാമത്തതോ ബഡ്ഡിംഗ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു നോക്കാം. എന്താ ബൈനറി ഫിഷൻസ്? ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ബൈനറി ഫിഷൻ. ഓക്കെ, ഈ ബൈനറി ഫിഷൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതിന് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അമീബയുടെ കേസിൽ, ഇൻ കേസ് ഓഫ് അമീബ ആൻഡ് ഇൻ കേസ് ഓഫ് പാരമീസിയം. ഏതാ ഈ അമീബ എന്ന് പറയുന്നത്? ഏതാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അതൊരു നമ്മുടെ പ്രോട്ടിസ്റ്റയുടെ ഒരു ഗ്രൂപ്പാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അല്ലെ. യെസ്. അടുത്ത് പാരമീസിയം എന്താണ്? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. പാരമീസിയം എന്താണ്? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വാട്ട്? പ്രോട്ടിസ്റ്റയുടെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിലാണ് ബൈനറി ഫിഷൻസ് കാണുന്നത്. നമ്മൾ നോക്കിക്കോ. ഇനി ബാക്ടീരിയയുടെ കേസിലൊക്കെ ഇത് സംഭവം ഞാൻ ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിരുന്നു. ഇത് ഒരു സെല്ലാന്ന് കരുതിക്കും. സി ദിസ് ഇസ് എ സെൽ. ഇത് ഒരു സെല്ലാണ്. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എപ്പോഴും ബാക്ടീരിയ സെല്ലില് അതിന്റെ എങ്ങനെയാണ് നടക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ബാക്ടീരിയയിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, അതിനെ മീസോസോം എന്ന് വിളിക്കാറുണ്ട്. ബാക്ടീരിയയുടെ സെൽ വാളിൽ ഇങ്ങനെ ഉള്ളിലൊക്കെ സൈറ്റോപ്ലാസ്റ്റിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മീസോസോം എന്ന് പറയുന്നത്. എനിവേ യു ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നോക്കിയോ, ഇതിന്റെ ഒരു ന്യൂക്ലിയസ് ഇവിടെ പ്രസന്റ് ആണ്. ഇതിന്റെ ബോഡിയുടെ ന്യൂക്ലിയസ് ഇവിടെ പ്രസന്റ് ആണ്. അപ്പൊ ഈ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ബൈനറി ഫിഷൻ നടക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന വെച്ചാല് ഇതിന്റെ ന്യൂക്ലിയസിന്റെ റിപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് ന്യൂക്ലിയസ് റിപ്ലിക്കേഷൻസ് നടക്കും. ആദ്യം നടക്കുന്ന പ്രോസസ് ന്യൂക്ലിയസിന്റെ റിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സെല്ലില് 2 ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. ആദ്യം ഒരു ന്യൂക്ലിയസ് ആയിരുന്നു. നൗ ദ ന്യൂക്ലിയസസ് ഇത് അതിനെ റിപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് വേറൊരു ന്യൂക്ലിയസും കൂടെ കാണുന്നുണ്ട്. 2 ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഇങ്ങനെ 2 ന്യൂക്ലിയസ് ഉണ്ടായതിനു ശേഷമാണ് സെൽ വിൽ ഷോസ് സെൽ ഡിവിഷൻ. മൂന്നാമത്തെ പ്രോസസ് ആണ് സെൽ ഡിവിഷൻ. ആദ്യം ഫസ്റ്റ് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, പിന്നെ ന്യൂക്ലിയസിന്റെ റിപ്ലിക്കേഷൻ നടന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ എന്താ ചോദിച്ചാല് ഇതിപ്പോ സെൽ വാളിന് ചുറ്റുമായിട്ട് ഒരു ഫറോ ഫോർമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ സെൽ പ്ലേറ്റ്, ആനിമൽസിലാണെങ്കിൽ ഫറോ ഫോർമേഷൻസ്. എന്നിട്ട് സെൽ എന്തായിട്ട് മാറും? 2 പുതിയ സെല്ലായിട്ട് മാറും. ആൻഡ് ഇമ്പോർട്ടന്റ് ഓഫ് ബൈനറി ഫിഷൻസിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാല് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പുതിയ ഡോട്ടർ സെൽസും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈസിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് ഒരു സെല്ലിനെ 2 പുതിയ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ബൈനറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 2 എന്നാണ്. ബൈനറി ഫിഷൻസിലെ ഒരു സെല്ലിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട്, ഒരു സെല്ലിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ആദ്യം ഡിഎൻഎയുടെ റിപ്ലിക്കേഷൻ നടക്കും, ഡിഎൻഎ 2 സൈഡിലേക്ക് മൂവ് ചെയ്യും, എന്നിട്ട് സെന്ററിലൂടെ സെൽ പ്ലേറ്റിന്റെയോ അല്ലെങ്കിൽ സ്പൊറോ ഫോർമേഷൻസ് ഉണ്ടായിട്ട് സെല്ല് 2ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. പ്രസന്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? അമീബ ആൻഡ് പാരമീസിയം എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ. ഇത് 2 എന്താണ്? പ്രോട്ടിസ്റ്റ ഓർഗാനിസംസ് ആണ്. നോർമലായിട്ട് ബൈനറി ഫിഷൻ തന്നെയാണ് ആരുടെ കേസിലും നടക്കുന്നത്? നമ്മുടെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ കേസിലും നടക്കുന്നത് ഇത് തന്നെയാണ്, ബൈനറി ഫിഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയയുടെ കേസിൽ സെൽ വാളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ വിളിച്ചൊരു പേരായിരുന്നു മീസോസോം എന്ന് പറയും അല്ലെ. +1 നമ്മള് സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ. മീസോസോം എന്ന് പറയുന്ന സ്ട്രക്ചറുമായിട്ട് ഇത് എന്തുണ്ടായിരിക്കും? ബാക്ടീരിയന്റെ ന്യൂക്ലിയസ് അസോസിയേറ്റ് ചെയ്യും. ഈ ന്യൂക്ലിയസ് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പുതിയ 2 ന്യൂക്ലിയസിന്റെ ഫോർമേഷൻസ് ഉണ്ടാവും അല്ലെ. അത് തന്നെ മാറും,
പുതിയ രണ്ട് ന്യൂക്ലിയസിന് ഉണ്ടാക്കും. കാരണം മീസോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ദ റിപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ. മീസോസോമിന്റെ ഫംഗ്ഷൻ ആയിരുന്നത് റിപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന്റെ സമയത്ത് ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു മീസോസോമിന്റെ ഫംഗ്ഷൻ. ആരുടെ? ബാക്ടീരിയയുടെ കേസിൽ. അപ്പൊ ഈ ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറും, അങ്ങനെ രണ്ട് സ്ഥലത്തോട്ടായിട്ട് മാറി. ഇനി ഇതിന് ചുറ്റുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽ വാൾ ഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തായിട്ട് മാറി? രണ്ട് പുതിയ സെല്ലായിട്ട് മാറി. ഈ പ്രോസസ്സാണ് എന്ത്? ബൈനറി ഫിഷൻ. ഇങ്ങനെയാണ് ബാക്ടീരിയയുടെ കേസിൽ നടക്കുന്നത്. ബാക്കിയുള്ള പ്രോട്ടിസ്റ്റിന്റെ കേസിൽ നടക്കുന്നത് എന്തിനാണ്? ബൈനറി ഫിഷൻ തന്നെയാണ്. ഓക്കെ, ഫൈൻ. നൗ ലെറ്റ് us discuss the third type. Second type. ഫസ്റ്റ് നമ്മൾ ബൈനറി ഫിഷൻ പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ ടൈപ്പ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ബഡ് ഫോർമേഷൻസ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ബഡ് ഫോർമേഷൻ വഴിയുള്ള അസെക്ഷൽ എങ്ങനെ നടക്കുന്നത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷത്തില് പ്ലസ് 1 നമ്മൾ ചാപ്റ്റർ പഠിച്ചിരുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ്. അതിൽ നമ്മൾ പഠിച്ചു പ്രോട്ടിസ്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഫംഗസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഫംഗസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫംഗസിന് ഡിഫറെന്റ് ക്ലാസ്സുകൾ ഓർക്കുന്നുണ്ട് നിങ്ങൾ. ബെസിഡിയോമൈസിസ്, അതൊക്കെയായിരുന്നു സ്റ്റാർട്ടിംഗ് ഫ്രം ഫൈക്കോമൈസിസ്, ആസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ്, ഡ്യൂട്രോമൈസിസ്. ഫംഗസ് ആർ ബേസിക്കലി മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. ഫംഗസ് ബേസിക്കലി എന്താണ്? മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. എക്സെപ്റ്റ് ഒരാള് യൂണിസെല്ലുലർ ആണ്. ആരായിരുന്നത്? സക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റ്. ഈസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. യൂണിസെല്ലുലർ ഓർഗാനിസം ആണ് ഈസ്റ്റ്. യൂണിസെല്ലുലർ ആണ്. ഈ ഈസ്റ്റിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് ഡിവിഷൻ ആണ് ബഡ് ഫോർമേഷൻസ്. പക്ഷെ ഈ ബഡ് ഫോർമേഷൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബൈനറി ഫിഷനിൽ ഒരു സെല്ല് ബൈനറി ഫിഷൻ നടന്നിട്ട് രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സെല്ലായിട്ടായിരുന്നു ബൈനറി ഫിഷനിൽ മാറുന്നത്. പക്ഷെ ബഡ് ഫോർമേഷൻസിൽ അല്ലെങ്കിൽ ബഡിങ്ങിന്റെ കേസിൽ എന്ന് വെച്ചാല് സെല്ല് രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള പുതിയ യങ് വൺസ് ആയിട്ടാണ് മാറുന്നത്. അൺഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അൺഈക്വലി ഡിവൈഡ്സ്. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? സെല്ല് അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. Now let me show you the binary fission in case of yeast. ഈസ്റ്റിന്റെ കേസിൽ എങ്ങനെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നത് ഞാൻ കാണിച്ചത്. ശ്രദ്ധിച്ചിരുന്നു? ഈസ്റ്റ് ഒരു യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇതിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈസ്റ്റ് അതിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. Now you see here ഈ ഈസ്റ്റിന്റെ സെല്ലിന്റെ ഏറ്റവും മുകളിലായിട്ട്, സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുകളിലായിട്ട് ഒരു കൺസ്ട്രക്ഷന്റെ ഫോർമേഷൻ സ്റ്റാർട്ടിങ്. There will be a starting of a constriction. ഇപ്പോഴും സെല്ല് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല, സെല്ല് സെയിം സെല്ല് തന്നെയാണ്. പക്ഷെ സെല്ലിന്റെ മുകളിലായിട്ട് ഒരു കൺസ്ട്രക്ഷന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഒരു കൺസ്ട്രക്ഷൻ, ഒരു നെക്ക് പോലെ ഒരു സെക്ഷൻ, ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പശ്ചിമ ബംഗാൾ കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിട്ട് മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞാലാണ് ആസാം ഉള്ളത്. ആ കൺസ്ട്രക്ഷൻ നമ്മൾ വിളിക്കാറുണ്ട് ഹെൻ നെക്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും. ഹെൻ നെക്ക്. അതിലൂടെയാണ് ശരിക്കും നമ്മുടെ ഒരു നമ്മുടെ ഈ കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എത്ര സ്റ്റേറ്റ് ഉണ്ട്? 8 സ്റ്റേറ്റ്സ് ആണ്. 7 സിസ്റ്റേഴ്സ് ആൻഡ് 1 ബ്രദർ എന്ന് പറയാറുണ്ട്. അപ്പൊ അവരിലേക്ക് നമ്മൾ എത്തുന്ന ഹെൻ നെക്ക് പോലെയാണ്. സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മീൻസ് ഒരു നെക്കിന്റെ ഫോർമേഷൻസ് ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഇവിടെ കാണുന്ന ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസ് ഇവിടെ വരും. ആ ന്യൂക്ലിയസിന് ചെറിയ റിപ്ലിക്കേഷൻസ് ഇവിടെ നടക്കുന്ന ശ്രദ്ധിച്ചിരുന്നോ? ന്യൂക്ലിയസ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ദിസ് ഇസ് ദ ന്യൂക്ലിയസ്. Now that is further divided. അത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് this is finally divided into 2 new cells. പുതിയ എന്തായിട്ട് മാറും? പുതിയ രണ്ട് സെല്ലുകളായിട്ട് മാറും. This will be further divided into new 2 cells which it will have one nucleus and this will have another nucleus. ഇതിന് മറ്റൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് the both cells here is having ഈ ഒരു ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് രണ്ടിലേക്കും പോയിരിക്കുന്നത്. അപ്പൊ ജനറ്റിക്കലി എന്താണ്? സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നത്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ദേ ആർ സിമിലർ ഇൻ സ്ട്രക്ചർ, സിമിലർ ഇൻ ദർ ജനറ്റിക് കണ്ടന്റ്. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് വാട്ട്? ക്ലോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബിക്കോസ് ദേ ആർ ഫൗണ്ട് ഫ്രം ദി സെയിം സെൽസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് കേസ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂണിസെല്ലുലർ ഓർഗാനിസത്തിന്റെ കേസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. യൂണിസെല്ലുലർ ഓർഗാനിസത്തിന്റെ കേസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന രണ്ട് മെത്തേഡ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി ബഡ് ഫോർമേഷൻസ് വഴിയും ആൻഡ് അനദർ വൺ ഈസ് ആക്ച്വലി ഫ്രാഗ്മെന്റേഷൻ വഴിയും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് അപ് ടു ടുഡേസ് ക്ലാസ്. ബാക്കി സെക്ഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് നെക്സ്റ്റ് സെക്ഷൻസിലായിട്ട് വി വിൽ ഡിസ്കസ് ദ കംപ്ലീറ്റ് ഐഡിയ റിഗാർഡിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻസും
തുടർന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻസും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻസിലേക്ക് വി വിൽ ഡിസ്കസിംഗ് ഇറ്റ്. ഓക്കെ, സോ മേക്സ് ക്ലിയർ ദിസ് കൺസെപ്റ്റ് വെരി പെർഫെക്റ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.